തിരുവല്ലയിൽ ഒരു 17കാരി ജീവൻ ഒടുക്കിയ സംഭവത്തിൽ വളരെ നിർണായകമായ ഒരു സംഭവം ചൂണ്ടിക്കാട്ടുകയാണ് ഞാനിപ്പോൾ. ഒന്ന്, ആ പെൺകുട്ടിക്ക് ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു. ആൺ സുഹൃത്തുമായി കലഹത്തിലായി. കലഹത്തെ തുടർന്നാണ് പെൺകുട്ടി അയാളെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ജീവൻ ഒടുക്കിയത് എന്നത് വസ്തുത. ആ പെൺകുട്ടിക്ക് യുവാവ് മൊബൈൽ ഫോൺ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുത. ആ മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചതിലുള്ള പ്രതികാരം അല്ലെങ്കിൽ പ്രതിഷേധമാണ് ഈ മരണത്തിൽ കലാശിച്ചത്. എന്തുകൊണ്ട് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി രക്ഷിതാക്കൾ അറിയാതെ മൊബൈൽ ഉപയോഗിച്ചത് എന്നത് വളരെ വലിയ ചോദ്യചിഹ്നമാണ്. രക്ഷിതാക്കൾ എന്തുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല? ഈ മൊബൈൽ ഫോൺ ആര് തന്നു എന്ന് അന്വേഷിച്ചില്ല? അപ്പോൾ രക്ഷിതാക്കളുടെ ഭാഗത്തും ഈ മരണത്തിന് തുല്യമായ ഉത്തരവാദിത്വമുണ്ട്. സാമൂഹികമായ ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് ഉണ്ട്. അവർക്കതിൽ നിന്ന് പിന്മാറാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 17 വയസ്സുകാരിയായ മകളും അതുപോലെ തന്നെ ആ കുട്ടിയുടെ സഹോദരനും മൊബൈൽ ഫോണ് ഈ പറയുന്ന ആൺ സുഹൃത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൺ സുഹൃത്ത് മൊബൈൽ ഫോൺ തിരികെ വാങ്ങി അല്ലെങ്കിൽ പ്രണയത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ടായി ഇങ്ങനെ ഒരു മരണം സംഭവിക്കണമെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മകൾക്ക് തങ്ങൾ വാങ്ങിക്കൊടുത്ത മൊബൈൽ അല്ല എന്ന് കണ്ടെത്താൻ ഈ രക്ഷിതാക്കൾക്ക് കഴിയാതെ പോയി. മറ്റൊന്ന്, ഈ ആൺകുട്ടിയും അതായത് പെൺകുട്ടിയുടെ സഹോദരനായ ആൺകുട്ടിയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഉറവിടം അന്വേഷിച്ച് ഈ മൊബൈൽ ഫോൺ പെൺകുട്ടിയിൽ നിന്നും ആൺകുട്ടിയിൽ നിന്നും തിരികെ വാങ്ങി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തിട്ട് ഇങ്ങനെ അപരിചിതനായ ഒരു വ്യക്തിയാണ് മക്കൾക്ക് ഫോൺ കൊടുത്തത്, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവം ഒരുപക്ഷെ രക്ഷിതാക്കൾ കാണിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പരിസമാപ്തി ഈ 17കാരിയുടെ ലൈഫിൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് ഇതിൽ പ്രതികരിക്കാം. ഞാൻ ഇതിന്റെ ഒരു വിശദമായ വാർത്ത മെയിൻ പേജിൽ ഉണ്ട്. വേണമെങ്കിൽ അതിന്റെ വിശദമായ വാർത്ത കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് യൂട്യൂബ് മെയിൻ പേജിൽ പോയി ഈ വാർത്ത മുഴുവൻ കാണാവുന്നതാണ്. ഇത് ഷോർട്സ് ആകുമ്പോൾ വളരെ കുറച്ച് കാര്യം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും തിരുവല്ലയിൽ നടന്നത് വളരെ ദാരുണമായ, വളരെ ഹൃദയഭേദകമായ സംഭവമാണ്. ഹൃദയവേദനയുണ്ട്. 17കാരി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും പ്രണയത്തെ തുടർന്ന് കാമുകൻ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തത് രക്ഷിതാക്കൾ കാണാതെ പോയതിന് രക്ഷിതാക്കൾക്കും ഈ മരണത്തിൽ തുല്യ പങ്കാളിത്തമുണ്ട് എന്നതിന് തെളിവാണ്, അടിസ്ഥാന തെളിവാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല.